നമസ്കാരം. പാകിസ്ഥാൻ ഏറ്റവും അധികം ഭീഷണി ഉയർത്തുന്ന തീവ്രവാദ സംഘടനകളിൽ ഒന്നാണ് തെഹ്രിക്കെ താലിബാൻ പാകിസ്ഥാൻ, TTP എന്നാണ് ഇതിൻ്റെ ചുരുക്കപ്പേര്. ഈ സംഘടന പാകിസ്ഥാന് നിരവധി തവണ തലവേദന സൃഷ്ടിക്കുന്ന രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. പക്തൂൺ മേഖലയിലാണ് ഇവർക്ക് ഏറ്റവും അധികം ശക്തിയുള്ളത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ പ്രാദേശിക ഭരണവും സൈന്യവും എല്ലാം തന്നെ ഇവരുടെ കീഴിലാണ്. അവിടെ നികുതി പിരിക്കുന്നത് പോലും ഈ സംഘടനയാണ് എന്നാണ് പറയപ്പെടുന്നത്. അഫ്ഗാൻ അതിർത്തിയോട് ചേർന്നുള്ള ഒരു മേഖല കൂടിയാണ് ഇത്. ഇപ്പോൾ സംഘടന ഏറ്റവും പുതിയൊരു ഭീഷണിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. സ്വന്തമായി തങ്ങൾ വ്യോമസേന രൂപീകരിക്കാൻ പോകുന്നു എന്നാണ് ഇപ്പോൾ ഈ പാകിസ്ഥാൻ താലിബാൻ അറിയിക്കുന്നത്. ഇത് ശരിക്കും പാകിസ്ഥാനെ വല്ലാതെ ഞെട്ടിപ്പിച്ചിരിക്കുകയാണ്. ഒരു തീവ്രവാദ സംഘടനയ്ക്ക് സ്വന്തമായിട്ട് എങ്ങനെയാണ് വ്യോമസേന രൂപീകരിക്കാൻ കഴിയുക എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. ശ്രീലങ്കയിൽ LTTEക്ക് അവരുടെ പ്രതാപകാലത്ത് ചില വിമാനങ്ങൾ സ്വന്തമായിട്ടുണ്ടായിരുന്നു. എന്നാൽ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പാക് താലിബാൻ വലിയ തോതിൽ ഉയർത്തുന്ന ഭീഷണി ഇനി ആകാശത്തു നിന്ന് കൂടി നേരിടേണ്ടി വരുമോ എന്ന ഭീതിയിലാണ് പാകിസ്ഥാനിലെ സർക്കാർ. പാകിസ്ഥാനിലെ അവസ്ഥ നമുക്ക് നന്നായിട്ട് അറിയാം. അവിടെ ആഭ്യന്തര പ്രശ്നങ്ങൾ കൊണ്ടും സാമ്പത്തിക പ്രതിസന്ധി കൊണ്ടുമൊക്കെ തന്നെ വല്ലാതെ നട്ടം തിരിയുന്ന അവസ്ഥയാണ് ഇപ്പോൾ ആ രാജ്യത്തിനുള്ളത്. അതിനിടയിലാണ് ഇപ്പോൾ ഈ ഒരു പുതിയ ഭീഷണി കൂടി രംഗത്തെത്തുന്നത്. പാക് താലിബാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനിലെ ഭരണകൂടങ്ങൾ കാലാകാലങ്ങളായി ബലൂചിസ്ഥാൻ ഉൾപ്പെടെയുള്ള മേഖലകളിൽ നടത്തുന്ന അടിച്ചമർത്തൽ പ്രവർത്തനങ്ങൾക്കെല്ലാം എതിരെ അതിശക്തമായി ആഞ്ഞടിക്കുന്ന ഒരു സംഘടനയാണ്. പാകിസ്ഥാനിൽ ഇവർ പലതവണ ആക്രമണങ്ങൾ നടത്തുകയും അതിൻ്റെ ഫലമായി നിരവധി പേർ കൊല്ലപ്പെടുക തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. മാത്രമല്ല, ഇവർ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ള പേരിൽ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ബന്ധവും മോശമാണ്. അപ്പോൾ ഇങ്ങനൊരു സന്ദർഭത്തിലാണ് ഇപ്പോൾ പുതുതായി വ്യോമസേന രൂപീകരിക്കുമെന്നുള്ള ഭീഷണി കൂടി എത്തുന്നത്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും ദുർഘടമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇപ്പം കടന്നു പോകുന്നത്. അതിൻ്റെ അടിസ്ഥാനപരമായ കാരണങ്ങളിലൊന്ന് അവിടുത്തെ സർക്കാരുകളെല്ലാം തന്നെ പതിവ് പോലെ അസ്ഥിരമാണ്. അവിടുത്തെ പ്രസിഡന്റിനെയും പ്രധാനമന്ത്രിയെയും ഒക്കെ തന്നെ നിഷ്പ്രഭരാക്കിക്കൊണ്ട് സൈനിക മേധാവിയായ അസീം മുനീറിൻ്റെ ഭരണമാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. അസീം മുനീറിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ജീവിതകാലം മുഴുവൻ പാകിസ്ഥാൻ ഭരിക്കാനുള്ള ഒരു അവസരമാണ് 27ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇപ്പോൾ നേടിയെടുത്തിരിക്കുന്നത്. ആ രാജ്യത്തെ പ്രസിഡന്റിനെയും പ്രധാനമന്ത്രിയും എല്ലാം തൻ്റെ വരുതിയിൽ നിർത്തി തനിക്ക് അനുയോജ്യമായ അല്ലെങ്കിൽ തനിക്ക് ഗുണകരമായി മാറുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യിക്കുന്നതിൽ തൽപരനാണ് ഇയാൾ. മാത്രമല്ല, ഇയാൾ അറിയപ്പെടുന്ന ഒരു ഭീകരനായ വർഗീയവാദി കൂടിയാണ്. കടുത്ത മത തീവ്രവാദിയാണ് ഈ അസീം മുനീർ. പക്ഷേ ഈ സാഹചര്യത്തിൽ ഇയാൾ വല്ലാത്ത മറ്റൊരു വെട്ടിൽ ചെന്നപ്പോൾ പെട്ടിരിക്കുകയാണ്. അത് അമേരിക്ക പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനായി പാകിസ്ഥാനിലെ പട്ടാളത്തെ അയക്കണം എന്നുള്ളതാണ്. എക്കാലത്തും ഹമാസിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ള ഹമാസ് നേതാക്കൾക്ക് പലർക്കും പരിശീലനം പോലും കൊടുത്തു എന്ന ആരോപണം നേരിടുന്ന പാകിസ്ഥാൻ തന്നെ അവരുടെ സൈനികരെ അയച്ച് ഈ ഹമാസിനെ നേരിടുക എന്ന് പറയുന്നത് മുസ്ലിം രാജ്യങ്ങൾക്കിടയിൽ പാകിസ്ഥാൻ്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തുമെന്ന് അസീം മുനീർ നന്നായിട്ട് അറിയാം. പക്ഷേ അമേരിക്ക ആവശ്യപ്പെട്ടാൽ തിരുവായ്ക്ക് എതിർവായില്ല എന്ന് പറയുന്നത് പോലെ നിരസിക്കാനും കഴിയുകയില്ല. ഈ ഒരു സന്ദർഭത്തിൽ ഗാസയിലേക്ക് സൈന്യത്തെ അയക്കണോ വേണ്ടയോ എന്നുള്ള വല്ലാത്ത ആശയക്കുഴപ്പത്തിലാണ് പാകിസ്ഥാനും അവിടുത്തെ സൈനിക മേധാവിയായ അസീം മുനീർ. ഇയാൾ താമസിയാതെ അമേരിക്ക സന്ദർശിച്ച് പ്രസിഡന്റ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തി എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് തങ്ങളെന്ന് മാറ്റി തരണമെന്ന് ആവശ്യപ്പെടാനിരിക്കുകയാണ് എന്നും വാർത്തകൾ ഈയിടെ പുറത്തു വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ഇപ്പോൾ പാക് താലിബാൻ തങ്ങൾ വ്യോമസേന രൂപീകരിച്ച് ഇനി പാകിസ്ഥാന് നേർക്ക് ആക്രമണം നടത്തുന്നു എന്ന് പറയുമ്പോൾ അത് അവരെ വല്ലാത്ത പ്രതിസന്ധിയിൽ കൊണ്ടുവന്ന് എത്തിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഇന്ത്യയുമായി ഏറ്റുമുട്ടാനിറങ്ങി ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാൻ്റെ വ്യോമസേനാ താവളങ്ങളെല്ലാം തന്നെ തകർന്ന് തരിപ്പണമായ അവസ്ഥയിലാണ്. പാകിസ്ഥാനിലെ സൈനിക മേധാവികൾ വെറുതെ തങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്നും തങ്ങളാണ് ഇന്ത്യൻ വിമാനങ്ങളെ തകർത്തതെന്നുമൊക്കെ വീമ്പ് പറയുമ്പോഴും ഇത് സംബന്ധിച്ച വ്യക്തമായ ചിത്രങ്ങൾ ഇന്ത്യ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. പാകിസ്ഥാൻ്റെ സൈനിക ആസ്ഥാനം പ്രവർത്തിക്കുന്ന റാവൽപിണ്ടിയിലുള്ള അവരുടെ വ്യോമസേനാ താവളം പോലും ഇന്ത്യ തകർത്ത് തള്ളിയിരുന്നു. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ ഇനി അങ്ങോട്ട് പാക് താലിബാനെ കൂടി തങ്ങൾ എങ്ങനെ നേരിടും എന്നുള്ള ആശയക്കുഴപ്പത്തിലാണ് പാകിസ്ഥാനിലെ സൈനിക മേധാവികൾ. ഏതായാലും ഒരു സംഘടന വ്യോമസേന രൂപീകരിക്കുമെന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. പക്ഷേ അവരെ സഹായിക്കാൻ ആരൊക്കെയോ ഉണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. സലീം ഹഖാനി എന്ന TTPയുടെ ഒരു പ്രധാനപ്പെട്ട, അതായത് രണ്ടാമനായ നേതാവിൻ്റെ കീഴിലായിരിക്കും ഈ വ്യോമസേന രൂപീകരിക്കുക എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. അങ്ങനെയാണെങ്കിൽ ഇത് പാകിസ്ഥാൻ്റെ ഉള്ളിൽ അവിടെ ഇപ്പോൾ തന്നെ ബലൂചിസ്ഥാനുമായി ബന്ധപ്പെട്ട് നിരവധി പ്രതിസന്ധികൾ സർക്കാർ നേരിടുന്നുണ്ട്. ബലൂചിസ്ഥാൻ്റെ ധാതുക്കൾ കൈയടക്കി അവിടുത്തെ ജനങ്ങളെ ക്രൂരമായി നേരിടാനുള്ള പാകിസ്ഥാൻ്റെ എല്ലാ കാലത്തെയും നീക്കങ്ങൾക്കെതിരെ ഇപ്പോൾ അവിടുത്തെ ജനങ്ങൾ ശക്തരായി സംഘടിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. ബലൂചിസ്ഥാനിൽ ഇപ്പോൾ തീവ്രവാദ സംഘടനകളൊക്കെ തന്നെ വളരെ ശക്തമായ തോതിൽ അവരുടെ സാന്നിധ്യം വീണ്ടും വീണ്ടും അറിയിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ കൂൻമേൽ കുരു എന്നുള്ളതുപോലെ പാക് താലിബാൻ വ്യോമസേന കൂടി രൂപീകരിച്ചാൽ പിന്നെ പാകിസ്ഥാൻ്റെ ഗതി എന്താകും എന്നാണ് ഇപ്പോൾ അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ ഭയക്കുന്നത്. പക്ഷേ അസീം മുനീറിനെ സംബന്ധിച്ചതൊന്നും ബാധകമല്ല. പരമാവധി ഇതിൻ്റെ പേരിൽ ഒരുപക്ഷെ ആയുധം വാങ്ങിക്കൂട്ടി കമ്മീഷൻ തട്ടാനായിരിക്കും അയാളുടെ ശ്രമം എന്നാണ് പൊതുവെ വിദേശകാര്യ വിദഗ്ധന്മാർ വിലയിരുത്തുന്നത്.